അങ്ങനെ അതാ മുറ്റത്തേക്ക് ഇറങ്ങി അടുക്കളയത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് മുഴുവൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ആദ്യം തന്നെ ആട്ടുംകൂട് വൃത്തിയാക്കിയിട്ട് ആദ്യം അതാണ്ട് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. ആടുകൾ ഇപ്പം നല്ല വെയിലായ കാരണം വേഗം കൂട്ടിലാക്കുമ്പോഴേക്ക് ആദ്യം കൂട് വൃത്തിയാക്കിയിട്ട് പിന്നെ ഇനി പുറത്ത് പണികൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല. പിന്നെ കൂട് വൃത്തിയാക്കാൻ പോകണ്ടല്ലോ വെച്ചിട്ട് ആദ്യം അത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആട്ടുംകൂടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് അടിച്ച് വാരി തീയിടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആടുകളെ പുറത്ത് കെട്ടിയ സമയത്ത് മാത്രമേ ഇങ്ങനെ തീയിടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ആട്ടുംകൂടിൻ്റെ അടുത്തായ കാരണം പുക അവർക്ക് തട്ടണ്ടാച്ചിട്ട് അവരെന്നെ മുറ്റത്തൊക്കെ കെട്ടിയതിൻ്റെ ശേഷമാണ് അവിടെ തീയിടുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരി തീയിട്ടെന്ന് വെച്ചാൽ അവരെന്നെ കെട്ടുമ്പോഴേക്ക് തീയിട്ടിട്ട് കത്തലൊക്കെ കഴിഞ്ഞ് മുഴുവനും കിടണമല്ലോ. അതുവരെ അപ്പോഴേക്ക് അവരെ കെട്ടാരാവും. അപ്പോൾ വേഗം തീയിടലും അങ്ങനെയുള്ള പണിക്ക് വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അടുക്കളയിലെ പണി മുഴുവനും കഴിയാൻ നിന്നില്ല. അതിന് മുന്നേ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ ഭാഗത്തേക്ക് പോയ വേറെയും കുറേ പണികളുണ്ടാവും കേട്ടോ. കുറേ ചെതൽ പിടിച്ച വിറകും വെട്ടാനും കുറേ മഴ കൊണ്ട് കൊത്താനും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുന്ന് ഇതിനോടൊപ്പം തന്നെ അതും ചെയ്തിട്ടാണ്. അങ്ങനെ വൃത്തിയാക്കാൻ പോകുമ്പോൾ ആ ഭാഗത്തുള്ള കച്ചറയൊക്കെ കണ്ട് എടുത്ത് അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് എടുത്തിട്ട് കൊടുന്ന് കത്തിക്കുക ഇങ്ങനെ കത്തിക്കാൻ എടുക്കുക ചെയ്യുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചകിരി ഉണ്ടായിരുന്നു. അതും വെയിലത്ത് ഇടാണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ചകിരിയാണ്. അപ്പോൾ അതിൽ നല്ല ചെതലുണ്ട് കേട്ടോ. അങ്ങനത്തെയൊക്കെ കൊടുന്ന് കൊട്ടീനൊക്കെ കോഴികൾ കുറേ സമയം അവിടെ നിന്ന് തിന്നോളൂ കേട്ടോ. അവർക്ക് തിന്നാണ്ടാവും. അപ്പോൾ അവർ അത് കാരണം അതൊക്കെ വെയിലത്ത് കൊട്ടി ചെതൽ പോവുകയും ചെയ്യും, കോഴികൾക്ക് തിന്നും ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് കത്തിക്കാൻ എടുത്തുകൊണ്ട് പോകണോടത്ത് അതും കൊടുന്നിട്ടിട്ടാ. അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് തീ കെട്ടാന്ന് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ വേറെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തീയിടലൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പണികൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. രാവിലെ വെള്ളം കട്ടിയ ചെമ്പൊക്കെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതൊന്നും എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് പിന്നെ കൈയും കാലൊക്കെ കഴുകി ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകൂട്ടോ. അങ്ങനെ വെയിലത്ത് പണി ചെയ്യുമ്പോൾ അങ്ങനെ മുഖം കരുവാളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാറുണ്ട്. പിന്നെ ഇങ്ങനെ കാണുന്നിടത്ത് കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് പോയി എടുത്ത് കുടിക്കാൻ ഒരു മടി ഉണ്ടാവും. അപ്പോൾ കാണുന്നിടത്ത് വെള്ളം കൊണ്ടുവന്ന് വെച്ച് കുപ്പിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വെള്ളവും കുടിക്കും കേട്ടോ. വേനൽക്കാലമായാൽ വർഷക്കാലത്ത് അങ്ങനെ കൊണ്ടുവന്ന് വെക്കലില്ല. വേനൽക്കാലത്ത് എപ്പോഴും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നിടത്താകുമ്പോൾ വേഗം എടുത്ത് കുടിക്കുമല്ലോ വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ആടിനുള്ള പിണ്ണാക്കും തവിടൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ച് പിന്നെ ആടുകളെ ഓരോരുത്തരായിട്ട് കൂട്ടിലൊക്കെ കയറ്റി. പിന്നെയുള്ള പണികളൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. കോഴീനെ വിടലും കുറേ പണികളൊക്കെ വേറെയും ചെയ്ത് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.